സൗന്ദര്യം കൂട്ടാനും മുഖത്തെ നല്ലതുപോലെ നിറം കൂട്ടാനും വേണ്ടി നമ്മൾ പുറത്ത് നിന്ന് വൈറ്റ് ക്രീം ഒക്കെ മേടിച്ച് യൂസ് ചെയ്യാറുണ്ട്. ഈ പറയുന്ന വൈറ്റ് ക്രീം നമ്മൾ ഇട്ട സമയത്ത് മാത്രം നമുക്ക് സ്കിന്നിന് നല്ലതുപോലെ നിറം കിട്ടാറുണ്ട്. അത് നമ്മൾ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ നിറവും പഴയതുപോലെ ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ മുഖത്തിന് നിറം കൂട്ടാനായിട്ട് എളുപ്പം തന്നെ സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതൊക്കെ പറയാം കേട്ടോ. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ആൻഡ് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ പുറത്തു നിന്ന് മേടിക്കുന്ന വൈറ്റനിങ് ക്രീമൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു മസാജിങ് ക്രീമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ടോൺ ആണ്. നിങ്ങൾക്ക് വൈറ്റ് ടോണിന് പകരം മറ്റുള്ള ഏത് ക്രീം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ വൈറ്റ് ടോൺ മാത്രമായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ പഴയ പോലെ കളർ ആവാറുണ്ട്. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പെർമനൻറ്റ് വൈറ്റ് ആക്കി നിർത്താനായിട്ട് ചർമ്മത്തെ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യാം, വൈറ്റ് ടോൺ യൂസ് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ഏത് ക്രീം നിങ്ങളിപ്പം ഉപയോഗിക്കുന്ന വൈറ്റനിങ് ക്രീം പലതും ഉപയോഗിക്കാറുണ്ടല്ലോ പലരും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളുടെ ചർമ്മത്തെ ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പെർമനൻ്റ് നിറം കൂട്ടി നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു 4-5 ഷെയ്ഡ് വരെയെങ്കിലും നിങ്ങളുടെ ചർമ്മത്തിന് ഈ പറയുന്ന കാര്യം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കണ്ടു നോക്കാം. അതുപോലെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനുമായിട്ട് എളുപ്പം സഹായിക്കുന്ന ഒരു മസാജിങ് ക്രീമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം വൈറ്റ് ടോൺ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഏത് വൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നുണ്ടോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്, ഞാനിപ്പം കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്ന വൈറ്റ് ടോൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ടോൺ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു മസാജിങ് ക്രീമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. വൈറ്റ് ടോണിന് പകരം ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫെയർ ആൻഡ് ലവ്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് വൈറ്റ് ടോണിൻ്റെ ഒരു ക്രീം. ഇപ്പം ഞാൻ കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് നാളുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. വൈറ്റ് ടോണിൻ്റെ ക്രീം എല്ലാവർക്കും അറിയാമല്ലോ, ഇത് കണ്ടല്ലോ, ഒരു റോസ് കളറിലായിട്ടാണ് ഈ ക്രീം ഇരിക്കുന്നത്. ഞാനിപ്പം 1 സ്പൂൺ ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഒരു പ്രാവശ്യം അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആവുന്നതായിട്ടൊക്കെ കാണാനായിട്ട് എളുപ്പം സാധിക്കും. പിന്നെ കൂടാതെ സ്കിൻ നല്ലതുപോലെ ഗ്ലോയും ആവും. അങ്ങനെ നമ്മളിതാ 1 സ്പൂൺ നമ്മുടെ ഇതെടുത്തിട്ടുണ്ട്, വൈറ്റ് ടോൺ ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ലെമൺ ജ്യൂസാണ്. അതായത് ലെമൺ നമ്മുടെ സ്കിന്നിനെ എളുപ്പം തന്നെ ബ്ലീച്ച് എഫക്റ്റ് നൽകാനായിട്ട് എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. 1 സ്പൂൺ നമുക്ക് ലെമൺ ജ്യൂസ്, അതായത് 1 സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. ഓക്കെ, നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗ്ലിസറാണ്. അതാണ് ഗ്ലിസർ ചേർത്ത് കൊടുക്കാം. ഒരു 3 തുള്ളി ഗ്ലിസർ മാത്രം മതി നമുക്ക്. 3 തുള്ളി ഗ്ലിസർ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ആയിട്ടൊക്കെ ഈ ഒരു മസാജിങ് ക്രീമിന് സഹായിക്കും. 3 തുള്ളി ഗ്ലിസർ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ആക്കാം. നല്ല സ്കിന്നിനെ നല്ലപോലെ സോഫ്റ്റ് ആക്കും, നല്ലപോലെ ഗ്ലോ ആക്കാനായിട്ടൊക്കെ എളുപ്പം സഹായിക്കും. അതിന് ശേഷം 1 സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം. അലവേറ ജെല്ല് നിങ്ങൾക്ക് സ്കിന്നിന് ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് അലവേറ ജെല്ല് സ്കിപ്പ് ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. 1 സ്പൂൺ അലവേറ ജെല്ലും കൂടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നമുക്കിത് ക്രീമി പരുവത്തിലായിട്ട് എടുക്കണം. അതിന് ശേഷം ഞാൻ എന്താണ് റിസൾട്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. നല്ലതുപോലെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്നുണ്ട്, നല്ലതുപോലെ ബ്രൈറ്റ് ആക്കുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ ആ ഒരു വൈറ്റ് ടോണിനകത്ത് കൂടുതലായിട്ടും സ്കിന്നിനെ നല്ലപോലെ വൈറ്റ് ആക്കാനായിട്ടൊക്കെ എളുപ്പം സാധിക്കും. കൂടാതെ തന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്കിന്നിന് റിസൾട്ട് നൽകാനായിട്ട് എളുപ്പം തന്നെ സാധിക്കും. നിങ്ങൾക്ക് അലവേറ ജെല്ല് വേണമെങ്കിൽ ചേർക്കാം. അലവേറ ജെല്ല് ചേർത്തില്ല എങ്കിലും നല്ലതാണ്. അതിന് പകരം ഗ്ലിസറും ലെമൺ ജ്യൂസും മാത്രം മതിയാകും. അങ്ങനെ നമ്മുടെ ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം. സ്കിന്നിന് എളുപ്പം തന്നെ റിസൾട്ട് നൽകാനായിട്ട് സാധിക്കുന്ന മസാജിങ് ക്രീമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തയ്യാറാക്കിയതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇത് ഫേസിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം.
ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളൊരു കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്യണം. അതായത് നിങ്ങളുടെ കടിയിലുണ്ടാകുന്ന കറുപ്പിനെയൊക്കെ ഈ ഒരു മസാജിങ് ക്രീം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്കിനി മുഖത്ത് തേച്ചിട്ട് മുഖം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. അതായത് മസാജ് ചെയ്തതിനനുസരിച്ച് നമുക്ക് ആ ഫേസിൽ അപ്ലൈ ചെയ്ത ആ ഒരു മസാജിങ് ക്രീം ഫേസിൻ്റെ സെല്ലിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് നമുക്ക് നല്ലതുപോലെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനായിട്ട് എളുപ്പം തന്നെ സാധിക്കും. ഇനി കുറച്ച് ഞാൻ എൻ്റെ കയ്യിലും തേച്ച് കാണിക്കാം. നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണുന്നതിന് വേണ്ടിയാണ്. എൻ്റെ ഫേസിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. നല്ലതുപോലെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ എളുപ്പം സാധിക്കും ഈ ഒരു മസാജിങ് ക്രീമിന്. നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം തുടയ്ക്കേണ്ട ഒരാവശ്യവും ഇല്ല. നമ്മൾ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഒരു തുണി ഉപയോഗിച്ച് ഞാൻ തുടച്ച് കാണിച്ചു തരാം. കണ്ടോ, ആ ഇട്ടപ്പോൾ തന്നെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നല്ലപോലെ ബ്രൈറ്റ് ആയതുകൊണ്ടോ, വെറുതെ പറയുകയല്ല, നല്ലതുപോലെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ സാധിക്കും. കണ്ടല്ലോ. ഇനി ഞാനിത് ഫേസിൽ നിന്ന് തുടച്ചൊന്ന് മാറ്റിയിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഫേസിൽ നിന്ന് തുടയ്ക്കുകയാണ്. കണ്ടോ, സ്കിൻ നല്ലതുപോലെ സോഫ്റ്റായി. പിന്നെ ഇവിടുത്തെ ഒരു ചെറിയൊരു കറുപ്പ് എനിക്കുണ്ടായിരുന്നല്ലോ, ഇപ്പം ചെറിയതായിട്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് അവിടെ ആണെങ്കിൽ പൊള്ളിയ പോലെ അങ്ങനെ തീ പൊള്ളൽ പോലെ ഇട്ടുന്നതിനുട്ടായി അത് ചെറിയ തട്ടിയതാണ്. പക്ഷേ അത് എന്താ പറ്റുന്ന അറിയത്തില്ല, ഇപ്പം മാറുന്നുണ്ട്. ഇപ്പം ആ ഒരു ഇട്ടപ്പോൾ തന്നെ ആ ഒരു ക്രീമിൻ്റെ ആ ഒരു ഇതുകൊണ്ട്, ആ മസാജിങ് ക്രീമിൻ്റെ ഇതുകൊണ്ട് ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫേസിൽ നിന്ന് തുടച്ച് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റായി. കൂടാതെ ഞാൻ എൻ്റെ കയ്യടയും കാണിച്ചു തരാം. നല്ലപോലെ ബ്രൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലപോലെ സ്കിൻ സോഫ്റ്റായി ഗ്ലോ ആയി. ഇത് നിങ്ങൾക്കിപ്പം റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ സാധിക്കും. ഞാൻ വെറുതെ പറയുകയല്ല, എൻ്റെ ഇവിടെ ചെറിയൊരു ഇതുണ്ട്. അല്ലാതെ അത് ചെറിയൊരു ഞാൻ പറഞ്ഞില്ല, പിമ്പിൾസ് വന്നതിനകത്ത് പറ്റിയൊരു ഇതുകൊണ്ട് അവിടെ പിമ്പിൾസ് വന്നതിൻ്റെ ഒരു പാടാണ്. അല്ലാതെ ഫേസ് നല്ലപോലെ മാറ്റം വന്നിട്ടുണ്ട്. ചെറിയ മാറ്റം ഇവിടെയും കാണുന്നുണ്ട്. കണ്ടല്ലോ, ചെറിയൊരു മാറ്റം ഫേസിനകത്തും കാണുന്നുണ്ട്. ഓക്കെ, കണ്ടോ, നല്ലപോലെ ബ്രൈറ്റായി, നല്ലപോലെ ഗ്ലോ ആയി, നല്ലപോലെ സോഫ്റ്റായി. ഐബ്രോ ഒക്കെ നല്ലോണം വെക്കട്ടെ. ഓക്കെ, നല്ലപോലെ ഒരു ചേഞ്ച് എൻ്റെ ഫേസിനുണ്ടായി. കണ്ണിൻ്റെ അടിയിലെ കറുപ്പൊക്കെ നല്ലോണം മാറി. എല്ലാവരും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം റിസൾട്ട് എന്നോട് പറയാൻ കൂടി മറക്കരുത് കേട്ടോ. തയ്യാറാക്കിയത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. നല്ലതുപോലെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ട് എളുപ്പം തന്നെ സാധിക്കുന്നതാണ്. ഈ പറയുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്കിന്നിന് നല്ലപോലെ പെർമനൻറ്റ് നിറം കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് എന്നോട് പറയാൻ കൂടി മറക്കരുതേ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ല തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ. ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.